അടുത്ത വർക്ക് എന്ന് പറയുന്നത് ആർച്ചിബാൾഡ് മാക്ലീഷിൻ്റെ ഒരു പോവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആർച്ചിബാൾഡ് മാക്ലീഷിൻ്റെ ആർസ് പൊയറ്റിക്ക എന്നുള്ള പോവം. അത് നേച്ചർ ഓഫ് പോയട്രിയെ കുറിച്ചാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് പോയിറ്റ്. അപ്പോൾ നമുക്ക് ആർച്ചിബാൾഡ് മക്ലീഷിനെ കുറിച്ച് നോക്കാം. ആർച്ചിബാൾഡ് മക്ലീഷ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയിറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് എസേയിസ്റ്റ് ആണ്. T.S. Eliot അല്ലെങ്കിൽ എസ്ട്രാ പൗണ്ട് പോലെയുള്ള മോഡേണിസ്റ്റ് പോയിറ്റ്സുമായിട്ട് അല്ലെങ്കിൽ മോഡേണിസ്റ്റ് പോയിറ്റ്സിനെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് ഇദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ പോയിട്രിക്കകത്ത് നമുക്ക് ആർട്ട്, പൊളിറ്റിക്സ്, ഹ്യൂമൻ എക്സ്പീരിയൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ പുൾച്ചർ പ്രൈസസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് പോമാണ് ആർസ് പൊയറ്റിക്ക എന്നുള്ളത്. വളരെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് അബൌട്ട് പോയിട്രിയെ കുറിച്ചുള്ളത്. മോഡേണിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ എസൻസിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ പോയട്രി, ആ ഒരു പോയം എന്താണെന്ന് നോക്കാം. ആർസ് പൊയറ്റിക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോയട്രിയുടെ നേച്ചറിനെ കുറിച്ചുമാണ്. ടൈറ്റിലിനകത്ത് ആർസ് പൊയറ്റിക്ക എന്ന് വെച്ചാൽ 1926 പബ്ലിഷ് ചെയ്ത പോമാണ്. അതിൻ്റെ ടൈറ്റിലിൻ്റെ മീനിങ് എന്താണ്? ദ ആർട്ട് ഓഫ് പോയട്രി എന്നാണ്. ലാറ്റിനിലാണ് ആർസ് പൊയറ്റിക്ക എന്ന് പറയുന്നത്. അതായത് ട്രഡീഷൻ ഓഫ് പോയട്രിയെ കുറിച്ചും അല്ലെങ്കിൽ വാട്ട് ഇസ് പോയട്രി, അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി പോയട്രി, അതൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മാക്ലീഷ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയട്രി ഷുഡ് നോട്ട് ബി യൂസ് ടു കൺവേ ഡിറക്റ്റ് മീനിങ്. അതായത് ഡയറക്റ്റ് ആയിട്ടൊരു മീനിങ് കൺവേ ചെയ്യാനോ മെസ്സേജ് കൺവേ ചെയ്യാനോ അല്ല പോയട്രി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പോയട്രി എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ട് അല്ലെങ്കിൽ സെൻസറി എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പോയട്രി വായിക്കുമ്പോൾ അല്ലെങ്കിൽ പോംസ് വായിക്കുമ്പോൾ ഒരു ഫീലിംഗ് ആണ് വരേണ്ടത്. അതായത് ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ അല്ല നമുക്ക് പോയത്തിലൂടെ കിട്ടേണ്ടത്, ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. അതായത് ആഫ്റ്റർ റീഡിങ് എ പോം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ഒരു സംതിങ് ഷുഡ് ബി ഫെൽറ്റ് ഇൻസൈഡ് അവർ മൈൻഡ്. അതാണ് പോയട്രിയുടെ ഒരു നേച്ചർ എന്ന് അദ്ദേഹം പറയുന്നത്. അല്ലാതെ എക്സ്പ്ലനേഷൻസോ ഒന്നും അല്ല നമുക്ക് വേണ്ടത് പോയം വായിച്ചതിന് ശേഷമുള്ളത്. ആൻഡ് പോം ഒരുപാട് സീരീസ് ഓഫ് ഇമേജസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പോയട്രി ടൈംലെസ് ആയിരിക്കണം, സൈലന്റ് ആയിരിക്കണം, കോൺക്രീറ്റ് ആയിരിക്കണം, അല്ലാതെ അബ്സ്ട്രാക്റ്റ് ആവരുത്. ഇതിനകത്തൊരു ഫേമസ് ഫൈനൽ ലൈൻ ഉണ്ട്, എ പോം ഷുഡ് നോട്ട് മീൻ ബട്ട് ബി. അതായത് പോയം വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് വേണം നമ്മുടെ ഉള്ളിൽ എത്താൻ. അല്ലാതെ ആരും അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരരുത് ആ പോയം എന്തിനെക്കുറിച്ചാണെന്നുള്ളത്. പോയം വായിച്ച് കഴിയുമ്പോൾ ഓൾറെഡി നമുക്കത് അണ്ടർസ്റ്റുഡ് ആവണം. ഓക്കെ, അതായത് എ പോം ഷുഡ് സ്പീക്ക് അബൌട്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, അതായത് പോയട്രി എന്ന് പറഞ്ഞാൽ ഡൈഡാക്റ്റിക് ആയി മാറരുത്, പക്ഷേ അതൊരു ആർട്ട് ഫോം ആയിട്ട് തന്നെ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ പോയട്രി ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പോയട്രിയെ കുറിച്ചുള്ളൊരു ഫിലോസഫി അല്ലെങ്കിൽ ഡെഫിനേഷൻ ഓഫ് പോയട്രി എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനകത്ത് പോയട്രി വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൈംലെസ് ഇമേജ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത്. പോം എന്ന് പറയുന്നത് പാൽപ്പബിൾ ആണ്, മ്യൂട്ട് ആയിരിക്കണം, ഒരു ഗ്ലോബ്ഡ് ഫ്രൂട്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പോയട്രി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ പോലെ ആയിരിക്കണം, പക്ഷേ സൈലൻ്റ് ആയിരിക്കണം. അതായത് അതിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് സാധിക്കേണ്ടത്, അല്ലാതെ അത് ഒരു എക്സ്പ്ലനേഷൻ ആവരുത് പോയട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഡംബ് ആയിരിക്കണം, ആസ് ഓൾഡ് മെഡലിയൻസ് ടു ദ തമ്പ്. അതായത് ഒരു ഏൻഷ്യൻറ്റ് കോയിൻ പോലെ നമുക്കതിനെ ഫീൽ ചെയ്യണം, പക്ഷെ അത് ഒരിക്കലും അതിനു വേണ്ടി സംസാരിക്കരുത്. പോയട്രി എന്ന് പറയുന്നത് എന്താണ്? പോയട്രി അതായത് അതിനുവേണ്ടി സംസാരിക്കുന്നതെന്നല്ല, എന്ന് വെച്ചാൽ പോയട്രി ഡസ് നോട്ട് അതായത് ലൈക്ക് എൻ ഏൻഷ്യൻ കോയിൻ ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബട്ട് ഡസ് നോട്ട് സ്പീക്ക്. അതായത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ കോയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭയങ്കര വാല്യുബിൾ ആയിട്ടാണ് അതിനെ വെക്കുന്നത്, അല്ലേ? അപ്പോൾ വാല്യുബിൾ ആണെന്നുള്ളത് നമുക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ബിക്കോസ് ഇഫ് സംതിങ് ഇസ് ഏൻഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അതെന്താണ്, നമ്മൾ വാല്യുബിൾ ആയിട്ടാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ലൈക്ക് എൻ ഏൻഷ്യൻ കോയിൻ, അതുപോലെ തന്നെ ആയിരിക്കണം പോയം എന്ന് പറയുന്നത്. അത് വാല്യുബിൾ ആണെന്ന് അത് തന്നെ പറഞ്ഞിരിക്കണം നമ്മളുടെ അടുത്ത്. പോയട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻസസിലൂടെ ഗ്രാസ്പ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വഴിയോ ഇന്റർപ്രിട്ടേഷൻസ് വഴിയോ അല്ല. ദെൻ സൈലന്റ് as a sleeve on stone of casement ledges where the moss has grown. ബ്യൂട്ടി ഓഫ് പോയട്രി എന്ന് പറയുന്നത് അതിൻ്റെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻഡ്യൂറൻസിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്റ്റോണിനെ നമ്മൾ സ്മൂത്ത് ചെയ്ത് അതിങ്ങനെ ഒരു ഷേപ്പായി വരുമല്ലോ, അതുപോലെ ആയിരിക്കണം പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, പോയട്രി ഷുഡ് ഡിഫൈൻ ഇറ്റ് സെൽഫ് എന്നാണ് ഇവിടെ നമ്മുടെ മക്ലീഷ് പറയുന്നത്. സെക്ഷൻ 2 പോയട്രി അതിൻ്റെ ടൈംലെസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പോയം എന്ന് പറയുന്നത് മോഷൻലെസ് ആയിരിക്കണം, ആസ് ദ മൂൺ ക്ലൈംസ് എന്നാണ് ഇവിടെ പറയുന്നത്. പോയട്രി എന്ന് പറഞ്ഞാൽ എറ്റേണൽ ആയിരിക്കണം, അൺചേഞ്ചിങ് ആയിരിക്കണം, അതായത് ഒരു മൂൺ സ്ലോ ആയിട്ട് വരുന്ന പോലെ ആയിരിക്കണം പോയട്രി എന്ന് പറയുന്നത്. ലീവിങ് ആസ് ദ മൂൺ റിലീസസ് ട്വിഗ് ബൈ ട്വിഗ് ദ നൈറ്റ് എൻറ്റാങ്കിൾ ട്രീസ്. പോയട്രി എന്ന് പറയുന്നത് ജെന്റ്ലി അതിൻ്റെ മീനിങ് റിവീൽ ചെയ്യണം നമ്മളുടെ അടുത്ത്. മൂൺലൈറ്റ് എങ്ങനെയാണോ ഗ്രാജുവലി രാത്രിയിൽ വരുന്നത് അതുപോലെ ആയിരിക്കണം. അതായത് മൂൺലൈറ്റ് എങ്ങനെയാണോ ട്രീസിൻ്റെ അല്ലെങ്കിൽ രാത്രിയിൽ ഉള്ള എല്ലാ കാര്യത്തിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മൂൺലൈറ്റ് എങ്ങനെയാണോ നമുക്ക് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആക്കി കാണിച്ചു തരുന്നത്, അതുപോലെ ആയിരിക്കണം പോയത്തിൻ്റെ മീനിങ്ങും പതുക്കെ അൺറൈവൽ ചെയ്ത് വേണം വരാൻ. എ പോം ഷുഡ് ബി ഈക്വൽ ടു നോട്ട് ട്രൂ. പോയം എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് നോട്ട് ഫോക്കസ് ഓൺ ട്രൂത്ത്.
അതായത് ഒരു ഫാക്ച്വൽ സെൻസ്, അതായത് ഈ ജസ്റ്റ് ഈ ഫാക്റ്റ് പറയുന്നത് കണക്കായി പോകരുത് പോവാം, പക്ഷെ അതിൻ്റെ ഓൺ യുണീക്ക് റിയാലിറ്റി നമുക്ക് ഒരു പോം കാണിച്ചു തരണം എന്നാണ് പറയുന്നത്. അതായത് പോയട്രി എപ്പോഴും സത്യം പറയാൻ വേണ്ടി മാത്രം എന്നല്ല, സത്യങ്ങൾ വിളിച്ച് പറയാനുള്ള ഒരു എലിമെൻ്റ് ആയിട്ടല്ല അതിനെ കാണേണ്ടത്, പക്ഷേ എന്തായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ പോയട്രിയുടെ യുണീക്ക് റിയാലിറ്റി വേണം അതിൻ്റെ റീഡേഴ്സിന് കാണിച്ച് കൊടുക്കാൻ. സെക്ഷൻ 3 എന്ന് പറയുന്ന പോയട്രി ആസ് എ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഫോർ ഓൾ ദ ഹിസ്റ്ററി ഓഫ് ഗ്രീഫ് ആൻഡ് എംപ്റ്റി ഡോർവേ ആൻഡ് എ മേപ്പിൾ ലീഫ്. അതായത് പോയട്രി എന്ന് പറയുന്നത് ഇമോഷൻസിനെ വളരെ സിമ്പിളായിട്ട് ക്യാപ്ചർ ചെയ്യണം. അതിപ്പോൾ യൂണിവേഴ്സൽ ഇമേജസ് ആണെങ്കിൽ, അതായത് ഒരു ഓപ്പൺ ഡോർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു മേപ്പിൾ ലീഫോ എന്തെങ്കിലും ആയിക്കോട്ടെ, മേപ്പിൾ ട്രീയുടെ ലീഫോ അല്ലെങ്കിൽ ഓപ്പൺ ഡോറോ എന്തായിക്കോട്ടെ, അത് വളരെ സിമ്പിളായിട്ട് പോർട്രേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് കാണിച്ചു തരണം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഡോർ എന്ന് പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഓപ്പൺ ഡോർ ആണെങ്കിലും ഫോളിംഗ് ലീഫ് എന്ന് പറയുന്നതാണ്. ഓപ്പൺ ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് ചേഞ്ചസിനെ വെൽക്കം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ, ഒരു ഫോളിംഗ് ലീഫ് അല്ലെങ്കിൽ ഒരു മേപ്പിൾ ലീഫ് എന്ന് പറയുമ്പോൾ എന്തിനാണ് അത് കാണിക്കുന്നത്, അതും എന്താണ്, ഒരു ചേഞ്ചിനെ കാണിക്കുന്നു അല്ലേ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സിംബലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫോർ ലവ് ദ ലീനിങ് ഗ്രാസസ് ആൻഡ് 2 ലൈറ്റ്സ് അബവ് ദ സീ. ലവ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ഇവോക്ഡ് ത്രൂ ഇമേജറി, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലൂടെ ലവിനെ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യരുത്. അപ്പോൾ ലീനിങ് ഗ്രാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ടെൻഡർ അല്ലെങ്കിൽ സോഫ്റ്റ്, വൈൽ 2 ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 ലവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ 8th ലൈനിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു പോയം ലവിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യരുത്, ബിക്കോസ് ലവ് എന്ന് പറയുന്നത് സച്ച് ആൻ പവർഫുൾ ഇമോഷൻ ആണ്. സോ അപ്പോൾ ലവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇമേജസിലൂടെ പറയണം എന്നാണ് ഇവിടെ പോയിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് ലീനിങ് ഗ്രാസസ് എന്ന് വെച്ചാൽ ലവ് എന്ന് പറയുന്നത് ലീനിങ് ഗ്രാസിനെ പോലെയാണ്, അത്രയ്ക്ക് ടെൻഡർ ആണെന്നും. 2 ലൈറ്റ്സ് അബവ് ദ സീ, അതായത് 2 ലൈറ്റ്സ് എന്ന് വെച്ചാൽ ലവേഴ്സിനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം ലവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ 2 ഇമേജസിലൂടെ വേണം ഫോർ എക്സാമ്പിൾ എന്ന് പോയിട്ട് പറയുവാണ്. പോം ഷുഡ് നോട്ട് മീൻ ബട്ട് ബി, അത് ഫേമസ് ലാസ്റ്റ് ലൈനാണ്, കൺക്ലൂഡിംഗ് ലൈനാണ്. ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്. പോം ഷുഡ് നോട്ട് മീൻ ബട്ട് ബി. പോയട്രി ഈസ് നോട്ട് അബൌട്ട് കൺവേയിങ് എ ലെസൺ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്. അതെന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. പോയട്രി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറണം, അല്ലാതെ ചുമ്മാ നമ്മളെ ഉപദേശിക്കാനോ ഒരു ലെസണിന് വേണ്ടിയോ അല്ലെങ്കിൽ പോയിറ്റിൻ്റെ ആർഗ്യുമെന്റ്സ് കേൾക്കാൻ വേണ്ടിയോ മാത്രമുള്ളൊരു ഉപാധിയല്ല പോമെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് തീംസ് വരുന്നതെന്ന് വെച്ചാൽ നേച്ചർ ഓഫ് പോയട്രി. പോയട്രി എന്ന് പറഞ്ഞാൽ ഡൈഡാക്റ്റിക് ആവരുത്, ഉപദേശം തരുന്ന കാര്യം മാത്രം ആവരുത്, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം റീഡേഴ്സിന്. ഇനി എന്താണ്, ഇമേജസ് ആണ് കൂടുതൽ വേണ്ടത്, എക്സ്പ്ലനേഷൻ അല്ല. അതാണ് രണ്ടാമത്തെ തീം. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് റീഡേഴ്സ്, അതായത് റീഡേഴ്സിൻ്റെ അടുത്ത് എന്താണോ തിങ്ക് ചെയ്യണം ഫീൽ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നതിന് പകരം പോയട്രി എന്ത് ചെയ്യണം, വിവിഡ് ഇമേജസിലൂടെ ഈ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ടൈംലെസ്നെസ്. ട്രൂ പോയട്രി എന്ന് പറഞ്ഞാൽ എറ്റേണലാണ്, യൂണിവേഴ്സലാണ്. അത് മൂന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓൾഡ് മെഡലിയനുമായിട്ടും, ഓൾഡ് മെഡലിയൻ എന്ന് വെച്ചാൽ ഓൾഡ് കോയിനുമായിട്ടും ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ഇമോഷൻസ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. പോയട്രി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലൈഫ്, ലവ് ആണെങ്കിലും ഗ്രീഫ് ആണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും ഇങ്ങനെയുള്ള ഇമോഷൻസിനെ വളരെ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ഇമേജറിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ആർച്ചിബാൾഡ് മക്ലീഷിൻ്റെ ആർസ് പോയട്രിക്ക്, അതായത് ദ ആർട്ട് ഓഫ് പോയട്രി എന്നുള്ള പോം നമ്മുടെ ഇടയിൽ നമുക്ക് കൺവേ ചെയ്യുന്നത്.